അയ്യങ്കാർ അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ കയറണം. നിങ്ങള് ബെഞ്ചിലിരുന്ന് മയ്യത്താവുകയുള്ളു പകയാ. എന്താ മോളെ? അത് കൊള്ളാം. എടാ മമ്മൂഞ്ഞ നീ വല്ല കിണറ്റിലും വീണോ? പാമ്പ് കടിച്ച് താ ഒന്നും മുണ്ടാണ്ടിട കുഴിപ്പേ. ആള് പോകുമ്പോന്ന് പറഞ്ഞിട്ട് കോഴി കേൾക്കാൻ തുടങ്ങിയ. ആര് പറഞ്ഞാ ഞാൻ കോഴി കെട്ടണം? എടാ പട്ടാളത്ത് കോഴി കെട്ടാന്ന് പറഞ്ഞാലേ ആ കേസ് ക്രിമിനൽ അറിയാവോ? പട്ടാളത്തിൽ കോഴിയുണ്ട്. അപ്പൊ നമ്മുടെ കോഴിയൊക്കെ ഹജ്ജിന് പോയാ അതാ നമ്മൾ ചോദിക്കുന്നത്, മനസ്സിലായ? എടാ മമ്മൂഞ്ഞ്, നിന്റെ മാമയുടെ കോഴി എന്നടാ പകുതിരില്ല പാതിരായി കിടന്ന് പോകുന്നത്. മാമാടെ സ്വഭാവം അതാണ്. ഇത് കോഴിയല്ലേ? അല്ലേ ഇത് കോഴിയാണോ? അയ്യോ ഇത് കോഴി തന്നെ. എടാ ഞാൻ എന്റെ പോക്കറ്റ് ഞങ്ങളുടെ ഓസിയുടെ കമ്പിയായിരുന്നല്ലോ ഇട്ടിരുന്നത്. അത് നമ്മള് കാണിച്ചു തരാം. എന്ത് പറ്റി കുഞ്ഞിനെ? മുതലാളി ഇവിടെ ഇത്തവണ ക്ഷമിച്ചോ. പോലീസുകാർ പറഞ്ഞതിന്റെ പേര് നമ്മളെ വിടുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങള് ഭരണ വഴിയാ? അതെ. അപ്പൊ പോറ്റി സാറേ, ഞങ്ങളുടെ ക്യാപ്റ്റൻ സാഹിബിനെല്ലാം സുഖം തന്നെയാണോ? ക്യാപ്റ്റൻ സാഹിബ് മതാമയാണ്. പോടാ സൈക്കിളെ. വാ കുഞ്ഞിനെ വാച പഠിക്കാതെ. ഈ അലാഖിന്റെ പൊടി കൂടെ കൊണ്ടുപോടാ. മമ്മൂഞ്ഞ് വാ ഇവിടെ, ഇവിടെ വരെ. എന്താണ്ടാ ഇതൊക്കെ? എന്നെ പട്ടാളത്തിൽ ചേർത്തി തരാന്നും പറഞ്ഞാണ് അയാൾ ഇതൊക്കെ ചെയ്യിച്ചത്. ഞാൻ എന്തായാലും പട്ടാളത്തിൽ പോവുകയാണ്. പോവുകയാണല്ലേ? വേഗം പൊയ്ക്കോ, വെറുതെ വണ്ടി തെറ്റിക്കണ്ട. പൊയ്ക്കോ പൊയ്ക്കോ. കദീശ, ആ തെക്കേ ചായപ്പിൽ എന്റെ ഒരു വെൽറ്റ് കിടപ്പുണ്ട്, അതിങ്ങോട്ട് എടുത്തോ. എന്നിട്ട് നീ എന്നെക്കാൾ വളർന്നു മാമാ, ഞാൻ പോയിട്ട് വരാം. പാപ്പ വേണ്ട പാപ്പ, സൈക്കിൾ കടയിൽ ഇരിക്കാൻ നമുക്ക് ആള് വേണ്ടേ? അതിനവൻ ഇരിക്കണ്ടേ മോളെ? ഞാൻ ഇരുത്തിക്കാം പാപ്പ. നീ അവനക്ക് ബുദ്ധി പറഞ്ഞു കൊടു. ഇക്ക ഇവിടെ വന്നേ, കടയിലിരിക്കും. അച്ചാച്ചാ, അമ്മച്ചി വിളിക്കുന്നു. അമ്മേ, ഞാൻ നാളെ പോയി തങ്കമ്മ ഒന്ന് കണ്ടിട്ട് വരട്ടെ. നീ അങ്ങോട്ടുള്ള വഴി അറിയുമോ മോനെ? ഒരു പള്ളിയുടെ അടുത്തും കൊണ്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സാരമില്ലമ്മേ, ഞാൻ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലായിക്കൊള്ളാം. അവള് പോയിട്ട് 1.5 വർഷമായി. പാവം എങ്ങനെ കഴിയുന്നു എന്തോ. അമ്മേ, ഞാൻ അവളെയും കൂട്ടിക്കൊണ്ടു പോരട്ടെ? അവള് വരുമെങ്കിൽ കൊണ്ടുപോരാ മോനെ. പക്ഷെ അവിടെ ചിറ്റപ്പനോട് വിവരമെല്ലാം പറഞ്ഞിട്ട് വേണം. അപ്പൊ നീ നാളെ നേരത്തെ പോന്നോ അതോ? ഞാൻ നാളെ നേരത്തെ പോവാം. അമ്മച്ചി, ചേച്ചിക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി വെക്കണം. ചേച്ചി ഇങ്ങ് വരട്ടെ, ഞാൻ ചേച്ചിയോട് മിണ്ടില്ല. വേണ്ട വേണ്ട, നമുക്ക് രണ്ടുപേർക്കും മിണ്ടണ്ട. ഓ, അപ്പൊ ചേച്ചി കരഞ്ഞാലോ? കരഞ്ഞാലോ? അയ്യോ വേണ്ട, പാവ നല്ല ചേച്ചി. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ? തങ്കമ്മേ, എനിക്ക് മാപ്പ് തരൂ തങ്കമ്മേ. ദൈവത്തോട് അപേക്ഷിക്കും. മാപ്പ് തരാൻ ഞാൻ ആരാണ്? നീയാണ് തങ്കമ്മ എനിക്ക് മാപ്പ് തരേണ്ടത്. നിനക്കതിന് കഴിയും. എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നത്? എന്റെ മൃതദേഹം കാണാനാണ്? അതിനാണോ ഇങ്ങ് വന്നത്? എല്ലാം കെട്ടടങ്ങിയതായിരുന്നു. ഇനിയും എന്റെ ഉള്ളിൽ തീ കൊടുത്തത് എനിക്ക് താങ്ങാനാവില്ല. അത്രമാത്രം ഞാൻ തകർന്നു കഴിഞ്ഞു. കുറ്റബോധത്തോടുകൂടിയാണ് തങ്കമ്മേ ഞാനിവിടെ വന്നിട്ടുള്ളത്.
ഞാൻ തെറ്റുകാരനാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ ഹൃദയം നൊന്ത് മാപ്പ് ചോദിക്കുകയാണ്. കഴിഞ്ഞതെല്ലാം മറക്കൂ തങ്കമ്മേ, മറക്കൂ. എങ്ങനെ മറക്കും? കഴിഞ്ഞതൊക്കെ മറക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ എന്തൊക്കെ സഹിച്ചു. വരേണ്ട സമയം കഴിഞ്ഞുപോയി. എല്ലാം അവസാനിച്ചു തങ്കച്ച, എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇല്ല തങ്കമ്മേ, നമ്മുടെ ബന്ധം അങ്ങനെ അവസാനിക്കുകയില്ല. നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു, ആട്ടിപ്പുറത്താക്കി. നിന്നെ കുറിച്ച് ഓർത്ത് ഞാൻ തീ തിന്നുകയായിരുന്നു. തങ്കമ്മേ, തങ്കമ്മേ, ഞാൻ വന്നത് എന്നെ വേദനിപ്പിച്ചത് പോരെ? ഞാൻ നശിച്ചത് പോരെ? കണ്ടോ, തൃപ്തിയായോ? ഞാൻ ഈ ഗതിയിലായ തങ്കച്ചൻ കാരണമാണ്. ഇനി എന്നെ കാണാൻ ഇവിടെ വരരുത്. തങ്കമ്മേ, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വന്നതാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ, എന്റെ കൂടെ പോരൂ. എന്റെ തങ്കമ്മയല്ലേ? അല്ല, ഞാൻ തങ്കച്ചന്റെ തങ്കമ്മയല്ല. ഞാൻ ഇന്ന് വേറെ ഒരുത്തന്റെ ഭാര്യയാണ്. പോകൂ തങ്കച്ച, അവിടുന്ന് പോകും. ഇവിടുന്ന് പൊയ്ക്കൊള്ളാം, ഞാൻ പൊയ്ക്കൊള്ളാം തങ്കമ്മേ. ഇനി ഞാൻ വരില്ല. തങ്കച്ച, ഞാൻ എന്നും തങ്കച്ചന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മച്ചി മോളി, ഞാൻ ചോദിച്ചതായി പറയാം. പൊയ്ക്കോളൂ തങ്കച്ച, പൊയ്ക്കോളൂ. പോകാൻ വരട്ടെ, നിക്ക്. താൻ ആരാ? മാവേലിക്കരയിൽ നിന്നും വന്നതാ. എവിടെന്ന് വന്നെന്നല്ല, ആരാന്നാ ചോദിച്ചേ? തങ്കമ്മയുടെ വീട്ടിന്റെ അടുത്ത് ഓ, നിന്ന്. മനസ്സിലായി മനസ്സിലായി. തൊട്ടടുത്ത വീട്. അങ്ങനെ പറഞ്ഞാട്ടെ. തങ്കമ്മയെ കണ്ടിട്ട് ഒത്തിരി നാളായി അല്ലയോ? കാണാൻ വന്നിരിക്കുക. നിന്റെ പഴയ കൂട്ടുകാരൻ അല്ലയോടി? നിങ്ങൾ എന്ത് മനുഷ്യനെ തല്ലേ? ഇവിടെ എന്തുണ്ടായി? നിങ്ങൾ അങ്ങനെ തല്ലാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ മനുഷ്യ. എന്റെ ഭർത്താവാണ് എന്നെ തല്ലുന്നത്. എന്ത് വേണം നിങ്ങൾക്ക്? എന്ത് വേണം? ഇനി ഞാൻ കൊലപാതകം കൂടെ കാണണം, കൊലപാതകം കൂടെ കാണണം. തങ്കച്ചനോടാണ് പറയുന്നത്, പോകാൻ എവിടുന്നു. ക്ഷമിക്കൂ തങ്കമ്മേ. വിളിച്ചു വരുത്തിയിരിക്കുന്നു അല്ലയോടി? അല്ല, ഞാൻ വിളിച്ചു വരുത്തിയില്ല. പറയുന്നു